നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ കല്ലിയോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ധീരസ്മൃതി യാത്ര ആരംഭിച്ചു. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശവകുടീരത്തിൽ നിന്നും ഡീൻ കുര്യാക്കോസ് ചിതാഭസ്മം ഏറ്റുവാങ്ങി. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയായ പീതാംബരനെയും സജി ജോർജിനെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും പുനരധിവാസം ഉറപ്പാക്കണമെന്നും ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി കാസർഗോഡ് നടത്തിയ റിലേ സത്യാഗ്രഹ സമരം അവസാനിച്ചു. BJP ദേശീയ പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൂത്ത് തല പ്രവർത്തകരോട് തത്സമയം വീഡിയോ കോൺഫറൻസ് വഴി സംവദിച്ചു. BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 8 മുതൽ 16 വരെയും ക്ഷേത്ര വാർഷികോത്സവം 19 മുതൽ 23 വരെയും നടക്കും. 17-ന് ക്ഷേത്രത്തിലെ രുദ്രഹോമവും നടക്കും. വനിതാ സുരക്ഷയ്ക്കും വികസനത്തിനും പ്രാധാന്യം നൽകി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പട്ടിക വിഭാഗ മേഖലയിൽ സാമൂഹ്യ സുരക്ഷിതത്വത്തിനു കൂടി ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മമതാ ദിവാകർ അവതരിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി ട്രഷറി ഓഫീസ് മാർച്ച് നടത്തി. ഇടതുപക്ഷ സർക്കാർ 1000 ദിവസം പാഴാക്കിയെന്ന് KPCC സെക്രട്ടറി K നീലകണ്ഠൻ. വാർത്തകൾ വിശദമായി. പെരിയ കല്ലിയോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ധീരസ്മൃതി യാത്ര ആരംഭിച്ചു. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശവകുടീരത്തിൽ നിന്നും ഡീൻ കുര്യാക്കോസ് ചിതാഭസ്മം ഏറ്റുവാങ്ങി. യാത്ര 5-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പെരിയ കല്ലിയോട്ട് കൊല്ലപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള ധീരസ്മൃതി യാത്ര കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശവകുടീരത്തിൽ നിന്നാണ് ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യാത്ര യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് കേശവ് ചന്ദ് യാദവ് ഉദ്ഘാടനം ചെയ്തു. ഇരുവരുടെയും ചിതാഭസ്മം ബന്ധുക്കളിൽ നിന്നും ഡീൻ കുര്യാക്കോസും കേശവ് ചന്ദ് യാദവും ചേർന്ന് ഏറ്റുവാങ്ങി. യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടി മുഴുവനായി ഈ സഹപ്രവർത്തകരുടെ കുടുംബത്തോടൊപ്പമുണ്ട്. ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസം, സങ്കടം ഇതെല്ലാം ഈ നാടിനു വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി നാളുകളിൽ ഈ പ്രസ്ഥാനത്തെ ധീരമായി മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത് ഈ ചടങ്ങിൽ നിന്നും ഞങ്ങൾ ആവാഹിക്കുകയാണ്. തുടർന്ന് കല്ലിയോട്ട് പൊതുയോഗവും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. യാത്ര 5-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികളായ പീതാംബരനെയും സജി ജോർജിനെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് പ്രതികളെ കസ്റ്റഡിയിൽ നൽകിയത്. കേസിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇതിനിടെ കേസിലെ 1-ാം പ്രതിയായ പീതാംബരനെയും മറ്റൊരു പ്രതിയായ സജി ജോർജിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് സൂചന. അന്വേഷണം നേതാക്കന്മാരിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കേസ് ഡയറി പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ്, DYSP പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. സംഭവം നടന്ന സ്ഥലവും സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. ന്യൂസ് ഡെസ്ക് KCN. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും പുനരധിവാസം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടത്തിയ റിലേ സത്യാഗ്രഹ സമരം അവസാനിച്ചു. കാസർഗോഡ് വിദ്യാനഗർ BC റോഡ് പരിസരത്താണ് 10 ദിവസങ്ങളിലായി സത്യാഗ്രഹ സമരം നടത്തിയത്.
സമാപന ദിവസത്തെ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. കച്ചവടക്കാരന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി, എല്ലാം മുങ്ങിപ്പോയി, നശിച്ചുപോയി. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. രാജ്യത്തെ എല്ലാ കണക്കുകളും, ആടുകളെ, കോഴികളെ, നായകളെ ഒക്കെ കണക്കെടുത്തിട്ട് പോലും ഒരു വ്യാപാരിക്ക് എന്ത് നഷ്ടം വന്നു, അവനെങ്ങനെ സഹായിക്കണമെന്ന് ഗവൺമെന്റ് ചിന്തിച്ചില്ല. ഗവൺമെന്റിന്റെ കൂടെ ഒരുപാട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുഴുവൻ കച്ചവടക്കാരെ സഹായിക്കണം. കച്ചവടക്കാർക്ക് പ്രയാസമുണ്ട്, കച്ചവടക്കാർക്ക് ഒരു മാർഗവുമില്ല. കച്ചവടക്കാർ നോട്ട് നിരോധനം മുതൽ വളരെ നിരാശയിലാണ്. ഒരു കച്ചവടക്കാരൻ പൂട്ടിപ്പോയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രളയം വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഈ നഷ്ടപരിഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കേരളം അപേക്ഷിച്ചിട്ട് പോലും ഗവൺമെന്റ് നമ്മളെ മൗനമേക്ഷിക്കേണ്ടത്. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കെ.എ. യൂസഫ് ഹാജി, ഹംസ പാലക്കി, മാഹിൻ കോളിക്കര, എ.കെ. മൊയ്തീൻ കുഞ്ഞി തുടങ്ങി നിരവധി വ്യാപാരി നേതാക്കൾ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി നടത്തിയ സമരം ഇനി സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കും. വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുവാനും പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. BJP ദേശീയ പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൂത്ത് തല പ്രവർത്തകരോട് തത്സമയം വീഡിയോ കോൺഫറൻസ് വഴി സംവദിച്ചു. BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ആശയങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കുന്ന ഭാരത് കി മൻ മോദി കി സാത്ത് നിർദ്ദേശപ്പെട്ടിയുടെ ജില്ലാതല ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ദേശ് की समृद्धि और देश में सौहार्द के लिए दिन रात एक करना होगा और यह हमारी पहली जिम्मेवारी है. पराक्रमी कभी ये नहीं सोचता. റിട്ടയർഡ് ബാങ്ക് മാനേജർ രംഗനാഥമയ്യ ആദ്യ നിർദ്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. P. സുരേഷ് കുമാർ ഷെട്ടി, M. സഞ്ജീവ ഷെട്ടി, സത്യശങ്കര ഭട്ട്, സദാനന്ദ റൈ, M. ജനനി, G. ചന്ദ്രൻ, ബിജു ഏളക്കുഴി, മാലതി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്, നീലേശ്വരം, മഞ്ചേശ്വരം, തൃക്കരിപ്പൂർ, ബന്തെടുക്ക എന്നിവിടങ്ങളിലും പരിപാടി നടന്നു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 8 മുതൽ 16 വരെയും ക്ഷേത്ര വാർഷികോത്സവം 19 മുതൽ 23 വരെയും നടക്കും. 17 ക്ഷേത്രത്തിൽ രുദ്രഹോമവും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശതാബ്ദങ്ങൾ പഴക്കമുള്ള പ്രസിദ്ധമായ ക്ഷേത്രം പൂർണ്ണമായി നവീകരിച്ചാണ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് സജ്ജമാക്കിയിട്ടുള്ളത്. 4 വർഷങ്ങൾ കൊണ്ടാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ മല്ലികാർജുന, സുബ്രഹ്മണ്യൻ, ശ്രീ ശാസ്താവ്, ഗണപതി ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധലേപനം 13-ന് രാവിലെ നടക്കും. 16-ന് ധ്വജപ്രതിഷ്ഠയും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ, ആദരിക്കൽ, ആചാര്യ സംഗമം തുടങ്ങിയ പരിപാടികളും ഉത്സവ ദിവസങ്ങളിൽ നടക്കും. ധാർമ്മിക സഭകളിൽ മതനേതാക്കളടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് 7-ന് വൈകിട്ട് 5 മണിക്ക് കേളുകുഡ്ഡെ അയ്യപ്പഭജന മന്ദിരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടക്കും. 4-ന് മഹാശിവരാത്രി ദിവസം കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്രയും ഉണ്ടാകും. പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം മാർച്ച് 8 മുതൽ 16 വരെ വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. മാർച്ച് 17-ന് ലോക കല്യാണാർത്ഥം രുദ്രഹോമവും, മാർച്ച് 19 മുതൽ 23 വരെ വാർഷികോത്സവം നടക്കുകയാണ്. മാർച്ച് 13-ാം തീയതി രാവിലെ 7:13 ശുഭമുഹൂർത്തത്തിലാണ് മല്ലികാർജുന ഭഗവാന്റെയും ഉപദേവതമാരായ സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ഗണപതി എന്നീ ദേവന്മാരുടെയും പ്രതിഷ്ഠ നടക്കുന്നുള്ളത്. ഡോക്ടർ അനന്ത കാമത്ത്, CV പൊതുവാൾ, രാംപ്രസാദ്, അഡ്വക്കേറ്റ് P. മുരളീധരൻ, കമലാക്ഷ, M. ബാബു, ജലജാക്ഷ ടീച്ചർ, വെങ്കട്ടരമണ ഹൊള്ള, സുരേന്ദ്രൻ കാരവൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
വനിതാ സുരക്ഷയ്ക്കും വികസനത്തിനും പ്രാധാന്യം നൽകി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പട്ടിക വിഭാഗ മേഖലയിൽ സാമൂഹ്യ സുരക്ഷിതത്വത്തിനു കൂടി ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മമതാ ദിവാകർ അവതരിപ്പിച്ചത്. വനിതാ മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2019-20 വർഷത്തെ ബജറ്റ് ഭരണസമിതി അവതരിപ്പിച്ചു. 31,15,09,131 രൂപ വരവും 30,42,95,507 രൂപ ചിലവും 72,13,624 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 1 കോടി രൂപ വനിതാ ഹോസ്റ്റൽ നിർമ്മാണത്തിന് നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമ-ജില്ലാ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയുടെ പുത്തനുണർവിനും രൂക്ഷമായ തൊഴിലാളിക്ഷാമം പരിഹരിക്കുന്നതിനോടൊപ്പം ഉൽപാദന ചെലവ് കുറക്കുന്നതിനും യന്ത്രവൽക്കരണം നടത്തി കൃഷിയെ മികച്ച ജീവനോപാധിയായി മാറ്റി വരുമാന വർധനവിനുതകുന്ന പദ്ധതികൾക്കായി 1,49,50,000 രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. മണ്ണിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ജലത്തെ ശാസ്ത്രീയമായി ഉപയോഗിച്ച് 69 ചെറു നീർത്തടങ്ങളുടെ വികസനത്തിന് നീർത്തടാധിഷ്ഠിത മാസ്റ്റർ പ്ലാനിൽ വകയിരുത്തിയ 180 കോടി രൂപ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെ നടപ്പാക്കുവാനാണ് ബജറ്റിൽ ലക്ഷ്യമിടുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 21 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ಬಜೆಟಿൽ ಲಕ್ಷ್ಯಮಿಡುന്നത്. ವಿವಿಧ ವಲಯಗಳಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಬೇಡಿಕೆಗಳನ್ನು ನೆರವೇರಿಸಲು ಅಪರ್ಯಾಪ್ತವಾದ ಸಾಂಪತ್ತಿಕ ಮೂಲಗಳು ಸಮಸ್ಯೆಗಳನ್ನು ಸೃಷ್ಟಿಸುತ್ತಿದೆ. ಮುಂದಿನ ಪದ್ಧತಿಗಳಲ್ಲಿ ಇದರ ಕೊರತೆಯನ್ನು ಕಡಿಮೆಗೊಳಿಸಲು ಈ ಮುಂಗಡ ಪತ್ರದಲ್ಲಿ ಪ್ರಯತ್ನಿಸಲಾಗಿದೆ. ವಿವಿಧ ಅಭಿವೃದ್ಧಿ ಏಜೆನ್ಸಿಗಳು ವಿವಿಧ ತರದ ಸ್ಥಳೀಯ ಸರ್ಕಾರದ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಸಂಯೋಜಿಸಿ ನಮಗೆ ಸಿಕ್ಕಿರುವ ವಿವಿಧ ಸಂಸ್ಥೆಗಳ ಲಭ್ಯವಿರುವ ಸೇವೆಗಳ ಗುಣಮಟ್ಟವನ್ನು ದೃಢೀಕರಿಸಿ ಅವುಗಳನ್ನು ಇನ್ನಷ್ಟು ಜನಸ್ನೇಹಿಯನ್ನಾಗಿ ಕಾರ್ಯನಿರ್ವಹಿಸಲು ಸ್ಥಳೀಯ ಅಭಿವೃದ್ಧಿ ಅವಶ್ಯಕತೆಗಳನ್ನು ತಿಳಿದುಕೊಂಡು ಒಳ್ಳೆಯ ಯೋಜನೆಗಳನ್ನು ರೂಪೀಕರಿಸಲು 2019-20 ವರ್ಷದ ಮುಂಗಡ ಪತ್ರದಲ್ಲಿ ಸಾಕಷ್ಟು ಪ್ರಯತ್ನಿಸಲಾಗಿದೆ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ഇടതുപക്ഷ സർക്കാർ 1000 ദിവസം പാഴാക്കിയെന്നും കേരളത്തിൽ വികസന മുരടിപ്പും കർഷകരുടെ ആത്മഹത്യയും അക്രമവും കൊലയും നിത്യസംഭവമായിരിക്കുകയാണെന്നും KPCC സെക്രട്ടറി K നീലകണ്ഠൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ട്രഷറി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക, OP ചികിത്സ ഉറപ്പുവരുത്തി സമഗ്ര ചികിത്സ പദ്ധതി ഉടൻ നടപ്പിലാക്കുക, ക്ഷമാശ്വാസം ഉത്തരവ് ഉടൻ പുറപ്പെടുവിപ്പിക്കുക, AG പാസാക്കിയ പെൻഷൻ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കുവാനുള്ള സർക്കാർ നടപടി അവസാനിപ്പിക്കുക, പെരിയ ഇരട്ടക്കൊലപാതകം അന്വേഷണം CBI ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി ട്രഷറി ഓഫീസ് മാർച്ച് നടത്തിയത്. പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് അവരുടെ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ക്ഷാമാശ്വാസവും അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷനെയും ഒക്കെ വെച്ചുകൊണ്ട് അർഹമായത് അവർക്ക് നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കേണ്ട ഗവൺമെൻറ് ഇന്ന് 1000 ദിവസം ആഘോഷിക്കുമ്പോൾ ഒരു കൊലപാതകം നടത്തിക്കൊണ്ട് രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ട് 1000 ദിനത്തിന്റെ ആഘോഷം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് M നാരായണ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സീതാരാമ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, അച്ചേരി ബാലകൃഷ്ണൻ, താരാനാഥ് മധൂർ, KN കുഞ്ഞിക്കമ്മാരൻ നമ്പ്യാർ, VK ഭാർഗവി, KC സുശീല, K ജയന്തി, K കൃഷ്ണൻ മന്നിപ്പാടി, K സുരേഷൻ, S ഭാട്ടിയ, K തമ്പാൻ നായർ, K ചന്തുകുട്ടി, K പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ശിവാനന്ദ സ്കൂൾ ഓഫ് യോഗ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരള ഡയറക്ടർ സുരേന്ദ്രനാഥ് ജിയുടെ കീഴിൽ യോഗ അധ്യാപക പരിശീലന കോഴ്സ് 18 മുതൽ കാസർഗോഡ് കറന്തക്കാട് ആരംഭിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കറന്തക്കാട് ബില്ലവ സമാജ് ഹാളിലാണ് കോഴ്സ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. 1 വർഷമാണ് പ്രസ്തുത കോഴ്സിന്റെ കാലാവധി. യോഗ ശിരോമണി കോഴ്സും ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന യോഗ പ്രൊഫഷനുകളെ കണ്ടെത്തുവാനുള്ള QCI പരീക്ഷയ്ക്കുള്ള പരിശീലനവും ഇവിടെ ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനീഷ് P, രൂപ റാവു, കൃഷ്ണൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 50 വർഷം പൂർത്തീകരിച്ച പൊയ്യത്തുബയൽ ദർസ് ഗോൾഡൻ ജൂബിലി സമ്മേളനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. ഇതോടനുബന്ധിച്ച് താജുശ്ശേരിഹ ആലിക്കുഞ്ഞി ഉസ്താദിനെ ആദരിച്ചു. ആലിക്കുഞ്ഞി ഉസ്താദിന്റെ നേതൃത്വത്തിൽ 1969 പൊയ്യത്തുബയലിൽ ദർസ് നിർമ്മിച്ചത്.
50 വർഷം പൂർത്തീകരിച്ച പൊയ്യത്തുബയൽ ദർസിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. ഇതോടനുബന്ധിച്ച് താജ് ശരീഹ ആലിക്കുഞ്ഞി ഉസ്താദിനെ ആദരിച്ചു. ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ആദരിച്ചതോട് ഞാൻ വലിയ സങ്കടപ്പെട്ടു. ഇങ്ങനെയല്ലേ എന്നെ ആക്കണോ? അതുകൊണ്ട് വളരെ സന്തോഷമായി ആദരിച്ചത്. ഇത്രമേൽ ആദരിച്ചതിന് തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൊയ്യത്തുബയൽ ജമാഅത്ത് പ്രസിഡന്റ് DMK മുഹമ്മദ് ആമുഖ പ്രസംഗം നടത്തി. സാദത്ത് തങ്ങൾ ഗുരുവായനക്കേറെ അധ്യക്ഷത വഹിച്ചു. ആലിക്കുഞ്ഞി ഉസ്താദിനെ ഹമീദ് കോയമ്മ തങ്ങൾ മാട്ടൂൽ ആദരിച്ചു. വേദിയിൽ ഇസ്ലാമിക പഠനത്തിൽ പാണ്ഡിത്യം നേടിയവരെ അനുമോദിച്ചു. പള്ളിക്കും മദ്രസക്കും സേവനം ചെയ്തവരെയും ആദരിച്ചു. കർണാടക മന്ത്രി UT ഖാദർ മുഖ്യാതിഥിയായിരുന്നു. പൊയ്യത്തുബയൽ ജമാഅത്ത് പ്രസിഡന്റ് DMK മുഹമ്മദ്, സെക്രട്ടറി അബ്ദുൽ കരീം DK, ഇബ്രാഹിം ബാത്തിഷ തങ്ങൾ ആനേക്കൽ, മുനീറുൽ അഹമ്മദ് തങ്ങൾ മുഹിമാത്ത്, ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ, ബദറുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യത്തുബയൽ മഖാമുറൂസിനോടനുബന്ധിച്ച് ഫെബ്രുവരി 15-ാം തീയതി തുടക്കം കുറിച്ച മതപ്രഭാഷണ പരിപാടി മാർച്ച് 4-ന് സമാപിക്കും. AP ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തും. മാർച്ച് 5-ന് ഉറൂസ് നേർച്ചയും അന്നദാന വിതരണവും നടക്കും. അബ്ദുൽ റഹ്മാൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുഹമ്മദയ്യ കുനിൽ ഇസ്ലാമിക് അക്കാദമിയുടെ 2ാം വാർഷിക സമ്മേളനവും മതപ്രഭാഷണ പരമ്പരയും 3 മുതൽ 7 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബന്ദിയോട് മുട്ടം ഫാറൂഖ് ജുമാ മസ്ജിദിലാണ് പരിപാടി. 3-ന് വൈകിട്ട് 4 മണിക്ക് സയ്യിദ് ഹാദി തങ്ങൾ അൽ മഷ്ഹൂർ പതാക ഉയർത്തും. മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് KS ജാഫർ സ്വാദിഖ് തങ്ങൾ കുമ്പോൾ നിർവഹിക്കും. രാത്രി 7-ന് നടക്കുന്ന പൊതുസമ്മേളനം സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം MA കാസിം മുസ്ലിയാർ സന്നദ്ധാനം നടത്തും. കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും. 7-ന് രാത്രി 7 മണിക്ക് നടക്കുന്ന മജ്ലിസുന്നൂറിന് സയ്യിദ് മുഹമ്മദ് ഷമീം തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും. മംഗളൂരു കാസി ത്വാക്ക അഹമ്മദ് അൽ ഹസരി ഉദ്ഘാടനം ചെയ്യും. സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് അബ്ദുൽ വാഹിദ് ഫൈസി അത്തിപ്പറ്റ നേതൃത്വം നൽകും. ഈ മുഹമ്മദിയ ഇഫ്ലു കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് സമുച്ചയം ഉദ്ഘാടനം കൂടി ഈ 2ാം വാർഷിക പരിപാടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. സയ്യിദ് KS ജാഫർ സാദിഖ് തങ്ങളാണ് 3-ാം തീയതി ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്ന് വൈകുന്നേരം UM ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സയ്യിദ് ഹാദി തങ്ങൾ, സയ്യിദ് ഹംദുല്ല തങ്ങൾ, അബ്ബാസ് ഹാജി ഖത്തർ, ഉമർ അപ്പോളോ, അബു രാജാവ്, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അച്ചാനൂർ ഇക്ബാൽ നഗറിൽ പുതുതായി നിർമ്മിച്ച മൊയ്തു ഹാജി സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു. സംസ്ഥാന യൂത്ത് ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇക്ബാൽ മേഖലാ കമ്മിറ്റിക്കായി പുതുതായി നിർമ്മിച്ച മൊയ്തു ഹാജി സ്മാരക സൗധത്തിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു. ഇക്ബാൽ നഗറിൽ പ്രത്യേകം സജ്ജമാക്കിയ അല്ലാമ ഇക്ബാൽ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന യൂത്ത് ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പ്രഭാഷണങ്ങൾക്ക് MLA KM ഷാജി, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു തുടങ്ങിയവർ നേതൃത്വമേകി. പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ C മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. ചടങ്ങിൽ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററെ ആദരിച്ചു. AP മൊയ്തു ഹാജി സ്മാരക ലൈബ്രറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. AP അബ്ദുള്ള സ്മാരക ഓഡിറ്റോറിയം മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ഉപഹാര സമർപ്പണത്തിന് MLA NA നെല്ലിക്കുന്ന് നേതൃത്വം നൽകി. ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ AGC ബഷീർ ഏറ്റുവാങ്ങി. സമ്മേളനത്തിൽ കലക്ടർ മാഹിൻ ഹാജി, K മുഹമ്മദ് കുഞ്ഞി, AP ജാഫർ, അഷ്റഫ് എടനീർ, ബഷീർ വെള്ളിക്കോത്ത്, PP നസീമ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ M ഖാദർ ഹാജി, മാഹിൻ കൊളവയൽ, IMK നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് കുടുംബശ്രീ ചന്തയ്ക്ക് തുടക്കമായി. സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ജൈവ പച്ചക്കറികളുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരണങ്ങളാൽ സമൃദ്ധമാണ് കുടുംബശ്രീ ചന്ത. കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ വിളവെടുത്ത ജൈവ പച്ചക്കറികളാലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാലും സമൃദ്ധമാവുകയാണ് കുടുംബശ്രീ ചന്ത. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഗംഗാ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC ഹരിദാസ് അധ്യക്ഷനായി. ചടങ്ങിൽ P ജയചന്ദ്രൻ, K സുജിനി, PV പ്രേമ, P സുധ, രതിക നെല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പെരിയ കല്ലിയോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ധീരസ്മൃതി യാത്ര ആരംഭിച്ചു. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശവകുടീരത്തിൽ നിന്നും ഡീൻ കുര്യാക്കോസ് ചിതാഭസ്മം ഏറ്റുവാങ്ങി. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയായ പീതാംബരനെയും സജി ജോർജിനെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും പുനരധിവാസം ഉറപ്പാക്കണമെന്നും ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി കാസർഗോഡ് നടത്തിയ റിലേ സത്യാഗ്രഹ സമരം അവസാനിച്ചു. BJP ദേശീയ പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൂത്ത് തല പ്രവർത്തകരോട് തത്സമയം വീഡിയോ കോൺഫറൻസ് വഴി സംവദിച്ചു. BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 8 മുതൽ 16 വരെയും ക്ഷേത്ര വാർഷികോത്സവം 19 മുതൽ 23 വരെയും നടക്കും. 17-ന് ക്ഷേത്രത്തിൽ രുദ്രഹോമവും നടക്കും. വനിതാ സുരക്ഷയ്ക്കും വികസനത്തിനും പ്രാധാന്യം നൽകി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പട്ടിക വിഭാഗ മേഖലയിൽ സാമൂഹ്യ സുരക്ഷിതത്വത്തിനു കൂടി ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മമതാ ദിവാകർ അവതരിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി ട്രഷറി ഓഫീസ് മാർച്ച് നടത്തി. ഇടതുപക്ഷ സർക്കാർ 1000 ദിവസം പാഴാക്കിയെന്ന് KPCC സെക്രട്ടറി K നീലകണ്ഠൻ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.